ശിവൻകുട്ടി സഖാവേ, നിങ്ങളെ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയവർ തന്നെ അത് വേണ്ടായിരുന്നു എന്ന് മാറ്റിപ്പറയുന്ന കാലം വരും. കേരളത്തിലെ ഏത് മന്ത്രിമാർ തോറ്റാലും ഇങ്ങനെ ജയിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ വികസനത്തിന് മുകളിൽ ജനങ്ങൾ മതം നോക്കി. അതുകൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ തോറ്റത്. ഈ ഇലക്ഷനിൽ നിങ്ങൾ തോറ്റിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലും വിദ്യാർത്ഥിനികളുടെ മനസ്സിലും നിങ്ങൾ 100 മാർക്കോടെ ജയിച്ചിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന അടുത്ത വിദ്യാഭ്യാസ മന്ത്രി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വി ശിവൻകുട്ടി എന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുകളിൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അത് എന്തായാലും സാധിക്കില്ല. കാരണം ഇങ്ങേരി 5 കൊല്ലം കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ആ രീതിയിലാണ്. കേരളത്തിൽ എത്രയോ വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മന്ത്രിയെ കുട്ടികൾ സ്നേഹത്തോടു കൂടി മന്ത്രി അപ്പൂപ്പ എന്ന് വിളിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പനായിരുന്നു അദ്ദേഹം. ജെൻസി പിള്ളേരുടെ ഒരേ ഒരു പൂക്കി മന്ത്രിയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഇത്രയും നല്ല ഉന്നത ഗുണനിലവാരത്തിലേക്ക് എത്തിച്ചത് ഈ മനുഷ്യനായിരുന്നു. ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ ഒരുപാട് പരിഹാസങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി വരെ എന്ന് ആ മനുഷ്യനെ പരിഹസിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹം പടിയിറങ്ങി പോകുമ്പോൾ തല ഉയർത്തി തന്നെ അദ്ദേഹത്തിന് മടങ്ങാം. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയെ പോലും സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോകാതിരിക്കരുതെന്ന് പറഞ്ഞ മനുഷ്യൻ, പോക്സോ കേസ് പ്രതികളായ എല്ലാ അധ്യാപകരെയും പിരിച്ചുവിട്ട മനുഷ്യൻ, ദുരന്തബാധിതരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുടങ്ങില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ, അങ്ങനെ എത്രയോ ചരിത്രപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരേ ഒരു മനുഷ്യൻ ഇപ്പോൾ പടിയിറങ്ങുമ്പോൾ പോലും അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ആ മനുഷ്യനെയാണ് നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞത്. 1000 നന്ദിയുണ്ട് സഖാവെ, ഈ 5 വർഷം കേരളത്തിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകിയതിന്, മികച്ച സ്കൂളുകൾ നൽകിയതിന്, നല്ല ഉച്ചഭക്ഷണം വിളമ്പിയതിന്, വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നതിന്. കേരളത്തിന്റെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ വി ശിവൻകുട്ടി എന്ന പേര് എഴുതി ചേർക്കും. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ലിസ്റ്റിൽ ഒന്നാമതായി വി ശിവൻകുട്ടിയുടെ പേരുണ്ടാവും. നന്ദിയുണ്ട് മന്ത്രി അപ്പൂപ്പ, നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ മറക്കൂല.